ഹലോ, വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസിൻ്റെ സിലബസ് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പലർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, സിലബസിലേക്ക് കടക്കാം. ആദ്യമായിട്ട് കേരള, ഇന്ത്യ, വേൾഡ് തുടങ്ങിയിട്ടുള്ള ഏരിയയിലെ ഹിസ്റ്ററി വിഭാഗത്തിൽ നിന്നും എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ നിന്നും അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ് മൂവ്മെൻറ്റ്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. അതായത് യൂറോപ്യന്മാരുടെ വരവ് മുതൽ കേരളത്തിൽ 1956 രൂപീകൃതമായി അതിൻ്റെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി വരെയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ മിഡീവിയൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെൻറ്റ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ and art during the freedom struggle, independent movement and Mahatma Gandhi, extremist movement in India, India's independent, post-independent period, state reorganization, development in science, education and technology, foreign policy, political history after 1951. മധ്യകാല ഇന്ത്യ മുതൽ 1951 വരെ ഉള്ള കാര്യങ്ങൾ, അതിനുശേഷമുള്ള മാറ്റങ്ങൾ എന്നിവയൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്. ഇതൊക്കെയാണ് വേൾഡിൽ നിന്നും പഠിക്കാനുള്ളത്. നമ്മുടെ മഹത്തായ വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം മുതൽ എല്ലാ വിപ്ലവങ്ങളും, അതേപോലെ തന്നെ UNOയും മറ്റുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അടുത്തത് നമുക്ക് ജിയോഗ്രഫി എന്ന ഏരിയയിലേക്ക് കിടക്കാം. ബേസിക് ഓഫ് ജിയോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺ, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വാരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ, മാപ്സ്, ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസ്, റിമോട്ട് സെൻസിംഗ്, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ഓഷ്യൻസ് ആൻഡ് ഇറ്റ്സ് വാരിയസ് മൂവ്മെൻറ്റ്, കോണ്ടിനൻസ്, വേൾഡ് നാഷൻസ് ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക് ഫീച്ചേഴ്സ്. ഇതൊക്കെയാണ് വേൾഡ് ജിയോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ഇന്ത്യ, ഫിസിയോഗ്രഫി, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലാർ പ്ലാറ്റ്യൂ, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ ആൻഡ് എയർ. ഇതൊക്കെയാണ് ഇന്ത്യയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് കേരളയിൽ നിന്നും ഫിസിയോഗ്രഫി, ഡിസ്ട്രിക്റ്റ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ ആൻഡ് എയർ. അതായത് ഇന്ത്യയിൽ കണ്ട അതേപോലെ തന്നെ കേരളത്തിലെയും കാര്യങ്ങൾ. നെക്സ്റ്റ് എക്കണോമിക്സിൽ നിന്നും നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ്, 5-year പ്ലാൻസ്, നീതി ആയോഗ്, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻ, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ഫിസ്ക്കൽ പോളിസി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്. ഇതൊക്കെയാണ് എക്കണോമിക്സ് എന്ന വിഭാഗത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് സിവിക്സിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഗവേണൻസ്, ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ലോക്പാൽ, ലോകായുക്ത ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, ആക്ട് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പോളിസീസ്, ലാൻഡ് റിഫോംസ്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, children and old age people, social welfare,
സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. അതിലൊരു ഭാഗം തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, പഞ്ചായത്തി രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദെയർ ഫങ്ഷൻ, എമർജൻസി, അതുപോലെ തന്നെ ലിസ്റ്റുകൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. നെക്സ്റ്റ് ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ. ആർട്സിലാണെങ്കിൽ വാരിയസ് ആർട്ട് ഫോംസ് ഇൻ കേരള ആൻഡ് ദെയർ ഒറിജിൻ, പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പേഴ്സണാലിറ്റീസ് റിലേറ്റഡ് ടു ദീസ് ആർട്സ് ഫോംസ്. മലയാളം ലിറ്ററേച്ചർ, ഫേമസ് വർക്ക്സ്, ഓതേഴ്സ്, അവാർഡ്സ്, എക്സെട്ര. സ്പോർട്സിൽ സ്പോർട്സ് പേഴ്സണാലിറ്റീസ്, അവാർഡ്സ്, ടൂർണമെൻറ്റ്സ്, വാരിയസ് ടേംസ് ആൻഡ് റിലേറ്റഡ് സ്പോർട്സ് ഐറ്റംസ്. നെക്സ്റ്റ് കമ്പ്യൂട്ടർ സയൻസിൽ നിന്നുമാണ്. ഹാർഡ്വെയർ, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ഡിവൈസസ്, സോഫ്റ്റ്വെയർ. അതിൽ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ്, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, വേൾഡ് പ്രോസസ്സേഴ്സ്, സ്പ്രെഡ്ഷീറ്റ്, ഡേറ്റാബേസ് പാക്കേജസ്, പ്രസൻറ്റേഷൻ, ഇമേജ് എഡിറ്റേഴ്സ്, യൂസസ്, ഫീച്ചേഴ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ഓഫ് ഈച്ച്. ഇതൊക്കെ ബേസിക് ലെവലിൽ നിന്നുള്ള ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ, എക്സെട്ര. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അതായത് ലാൻ, മാൻ, വാൻ, അങ്ങനെ ഒരുപാട് നെറ്റ്വർക്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, അങ്ങനത്തെ കുറച്ച് പാർട്സുകളുണ്ട്. അത് പിന്നെ ഇൻ്റർനെറ്റ് സർവീസസ്, WWW, അതുപോലെ തന്നെ ഇമെയിൽ, സെർച്ച് എൻജിൻസ്, സോഷ്യൽ മീഡിയാസ്, വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, ടൈപ്സ് ഓഫ് ക്രൈംസ്, IT ആക്ട് ആൻഡ് അതർ ലോസ്. അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിൽ നിന്നും സയൻസ് ആൻഡ് ടെക്നോളജി, നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റെലവൻസ്, നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ്, ബേസിക്സ് ഓഫ് എവരിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻസ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് science and technology and innovation, their activities and contribution of prominent Indian scientists, technology in space and defense, evolution of Indian space program, ISRO and its activities and achievements, various satellite program, DRDO, vision, mission and activities. Next, energy requirement and efficiency, India's existing energy needs and deficit, India's energy resources and dependence, renewable and non-renewable energy resources, energy policy of India, government policies and programs, energy security and nuclear policy of India. Environmental science il ninnum issues and concerns related to environment, its legal aspect, policies, treaties for the protection of environment at the national and international level, environment protection for sustainable development. ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നും ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് കൺസേൺ, ക്ലൈമറ്റ് ചേഞ്ച്, ഇൻ്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ് ആൻഡ് ഇന്ത്യാസ് കമ്മിറ്റ്മെൻറ്റ്, വെസ്റ്റേൺ ഗട്ടിൻ്റെ ഫീച്ചേഴ്സ് നോക്കണം. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇഷ്യൂസ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇൻ ഇന്ത്യ, എൻവയോൺമെൻറ്റൽ ഹസാർഡസ്, പൊല്യൂഷൻ, കാർബൺ എമിഷൻ, ഗ്ലോബൽ വാർമിംഗ്, ഡെവലപ്മെൻറ്റ് ഇൻ ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി ആൻഡ് നാനോ ടെക്നോളജി. നെക്സ്റ്റ് മാത്സിലേക്ക് കിടക്കുകയാണെങ്കിൽ സിമ്പിൾ അരിത്തമെറ്റിക്, നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോ ഓഫ് എക്സ്പോണൻസ്, മെൻസുറേഷൻ, പ്രോഗ്രഷൻ. അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റിയിൽ നിന്നും സീരീസ്, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ് അനലോഗി, വേർഡ് അനലോഗി, ആൽഫബറ്റ് അനലോഗി, നമ്പർ അനലോഗി, ഓഡ് മാൻ ഔട്ട്, കോഡിംഗ്, ഡീകോഡിംഗ്, ഫാമിലി റിലേഷൻസ്, സെൻസ് ഓഫ് ഡയറക്ഷൻസ്, ടൈം ആൻഡ് ആംഗിൾ, ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, ഡേറ്റ് ആൻഡ് കലണ്ടർ. ഇതൊക്കെയാണ് റീസണിങ് എന്ന വിഭാഗത്തിൽ വരിക. നെക്സ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, agreement of verb and subject, confusion of adjective and adverbs, comparison of adjectives, adverbs and position of adverbs, articles, uses of primary and modal auxiliary verbs, tag questions, infinitive and gerund, tenses in conditional sentences,
preposition, the use of correlatives, direct and indirect speech, active voice and passive voice, correlation of sentences, vocabulary, spelling test, idioms and their meanings, translation of a sentence proverb into മലയാളം. ഇതൊക്കെയാണ് ഇംഗ്ലീഷിൽ വരാറ്. ദെൻ മലയാളത്തിലും ഇതുപോലെ തന്നെയാണ് വേർഡ് പ്യൂരിറ്റി, അതായത് പദശുദ്ധി, പിന്നെ കറക്റ്റ് സെൻറ്റൻസ് ഉണ്ട്, വാക്യശുദ്ധി, ട്രാൻസ്ലേഷൻ, പിന്നെ വൺ വേർഡ് സിംഗിൾ വേർഡ് ആൻഡ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഒറ്റവാക്ക് എഴുതൽ, പിന്നെ സിനോണിം ആൻറ്റോണിം, വിപരീത പദങ്ങൾ, പര്യായ പദങ്ങൾ, ഇഡിയംസ്, പ്രോവേർബ്സ്, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, ഈക്വലൻറ്റ് വേർഡ്, ജോയിൻ ദ വേർഡ്, ഫെമിനിൻ ജെൻഡർ, മസ്കുലിൻ ജെൻഡർ, നമ്പർ, സോർട്ട് ആൻഡ് റൈറ്റ്, ഗ്രാമർ. മലയാളം ഗ്രാമർ പാർട്സ് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ പര്യായ പദങ്ങൾ, പുല്ലിംഗം, സ്ത്രീലിംഗം എല്ലാമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഇംഗ്ലീഷ് ഗ്രാമർ അതുപോലെ തന്നെ മലയാളത്തിലും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ മെയിനായിട്ടുള്ള സിലബസ്. അപ്പോൾ നമ്മൾ സിലബസ് കണ്ടിടത്തോളം GK എന്ന് പറയുന്നത് വൈഡായിട്ട് കിടക്കുകയാണ്. ഓക്കെ, അത് ആർക്കും എല്ലാ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്നീ വിഷയങ്ങൾക്കാവണം. അതുപോലെ തന്നെ GKയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, IT, അതുപോലെ തന്നെ സയൻസ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾക്ക് കൂടുതലായിട്ടും കോൺസെൻട്രേഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഓരോന്നോരോന്നായിട്ട് തരാം. ഓക്കെ, താങ്ക് യു.